വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി റിപ്പോർട്ട്. മാടവന പള്ളിയിലെ ഒരു പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസരൂപമായെന്നാണ് പുറത്തു വരുന്ന വിവരം. പ്രമുഖ ബൈബിൾ പണ്ഡിതനായ ഫാദർ ഡോക്ടർ ജോഷി മയ്യാറ്റിലാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്ന എന്ന പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോഴാണ് തിരുവോസ്തി മാംസരൂപമായി മാറിയതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവരണത്തിൽ പറയുന്നു. 3 ഞായറാഴ്ചകളിലും അത്ഭുതം സംഭവിച്ചു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. പ്രകടമായ അത്ഭുതം നടന്ന ദിവ്യകാരുണ്യം രൂപതാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ ഞായറാഴ്ചയും അത്ഭുതം നടന്നു. ദിവ്യബലിക്ക് ശേഷം വികാരി അച്ഛൻ സക്രാരിയിൽ സൂക്ഷിച്ച ദിവ്യകാരുണ്യം കൈക്കാരന്മാരെയും പാസ്റ്റൽ സമിതി അംഗങ്ങളെയും വിളിച്ചു കാണിച്ചു. തുടർന്ന് ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തി. ശേഷം ദിവ്യബലിയിൽ പങ്കെടുത്ത 350ഓളം ആളുകൾ ആരാധനയിലും പങ്കുചേർന്നു. തുടർന്ന് ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു. വൈകിട്ട് വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ദേവാലയത്തിൽ എത്തുന്നതുവരെ വിശ്വാസി സമൂഹം ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു. ആർച്ച് ബിഷപ്പും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊണ്ടു. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രകടമായ അത്ഭുത അടയാളം ദൃശ്യമാക്കിയ ദിവ്യകാരുണ്യം മെത്രാസന മന്ദിരത്തിലേക്ക് കൊണ്ടുപോയത്. ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി തിരുസഭ അംഗീകരിച്ചിട്ടില്ല എന്ന് ഫാദർ ജോഷി പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കും. ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. വിശദമായ പഠനങ്ങൾ വത്തിക്കാൻ അംഗീകരിച്ചാൽ മാത്രമേ ഇത് ഔദ്യോഗികമായി ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി പ്രഖ്യാപിക്കുകയുള്ളൂ. സഭയിൽ സമാനമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അതിനാൽ കൃത്യമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. വത്തിക്കാന്റെ അറിവോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കും. ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. അതിൽ കുട്ടിയുടെ രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെട്ടാൽ അത് അത്ഭുതമെന്ന് പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയില്ല. അതിനാൽ സഭ കൃത്യമായ ഒരു പ്രഖ്യാപനവും നടത്തുന്നതുവരെ ഇത് അത്ഭുതം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അറിയിച്ചിട്ടുണ്ട്.